LGSൻ്റെ നോട്ടിഫിക്കേഷൻ അടുത്ത് തന്നെ വരുമെന്ന് എല്ലാവരും അറിഞ്ഞായിരുന്നല്ലോ അല്ലേ? ജൂലൈ പകുതിയല്ല 7-ാം തീയതി കഴിയുമ്പോഴേക്കും വരുമെന്നാണ് ഇപ്പം നമ്മൾ അറിഞ്ഞേക്കണം കേട്ടോ. അപ്പം നമ്മൾ LGSൻ്റെ അതിലേക്കൊരു മുന്നോടിയായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. എന്തിപ്പോൾ നമ്മൾ കാണിക്കുന്ന മൊത്തം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറല്ല, ഇത് കണ്ടോ, 10th പ്രിലിമിനറി. ഇത് നല്ല ബുക്കാണ് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ LGSൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു, പിന്നെ അതുകൊണ്ട് എന്തുകൊണ്ടോ നമുക്കത് കിട്ടിയില്ല. അപ്പോൾ ഇപ്രാവശ്യം നമുക്കത് കവർ ചെയ്ത് നമുക്ക് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുന്നോടിയായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പം നമുക്കിന്നൊരു 10-30 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പറഞ്ഞു പോകാം അല്ലേ? നോക്കട്ടെ, നമുക്കൊരു 3 മിനിറ്റ് വീഡിയോയിലാക്കി നിർത്താം. എന്നിട്ട് നമുക്ക് നാളെ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, കേരളത്തിൽ പഴശ്ശി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? മട്ടന്നൂർ, കണ്ണൂരാണ് കേട്ടോ. ഭാവിയിലെ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഹം ടൈറ്റാനിയം. ഗാർഹിക പീഡന നിരോധന നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന ജില്ല എറണാകുളം. വയനാട് ജില്ല രൂപം കൊണ്ട വർഷം 1980. ആര്യസമാജ സ്ഥാപകൻ ദയാനന്ദ സരസ്വതി. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് മൂലം ഫ്രാൻസിയം. ലേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡർ റെയ്മാൻ. സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? മൗലിക അവകാശങ്ങൾ. ദത്തവകാശ നിരോധന നിയമം റദ്ദ് ചെയ്ത വൈസ്രോയ് കാനിങ്. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 368. കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1956 നവംബർ 1. ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നാനുള്ള കാരണം എന്താ? പ്ലവക്ഷമബലം. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പേര് ചേരിചേരാ നയം. ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ലിംഫോസൈറ്റ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം ശ്രീഹരിക്കോട്ട. സൈലന്റ് വാലി ദേശീയോദ്യാനം രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തതെന്ന്? 1985. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയുടെ കണ്ടെത്തൽ എന്ന കൃതിയുടെ കർത്താവ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഒഡീഷ. സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. അഴിമതി തടയുന്നതിനുള്ള സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ട വർഷം 1964. മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃക വാർധ പദ്ധതി. അസമിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമായി അറിയപ്പെടുന്ന കലാരൂപം സാത്രിയ. ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷം 1988. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാട്. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ ആരുടെ ആത്മകഥയാണ്? ജേക്കബ് തോമസ്. ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം ആർക്ക്? രാഷ്ട്രപതി. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. പമ്പയുടെ തീരത്ത് നടക്കുന്ന ഒരു പെരുന്നാൾ എടത്തുവ. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ആലപ്പുഴ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികൾ പ്രശസ്ത കൃതി വേദാധികാര നിരൂപണം.